ഫലസ്തീനിലെ നിരപരാധികളായിട്ടുള്ള പാവങ്ങളായ ഫലസ്തീനിലെ നിരവധി പാവങ്ങളായ 23 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യ മക്കളെ കൂട്ടക്കുരുതി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ സൈനിസ്റ്റ് ഭീകരന്മാർ, അതേ നിരപരാധികളായ മനുഷ്യരുടെ മേൽ അഥവാ 600-ലധികം യുദ്ധവിമാനങ്ങളും 300-ലധികം വരുന്ന റോക്കറ്റ് സംവിധാനങ്ങളുമായി, റോക്കറ്റ് ലോഞ്ചറുകളുമായി ഗാസയുടെ മണ്ണിൽ വട്ടമിട്ട് പറക്കുമ്പോൾ നിരപരാധികൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പോലും അതിന് ഓശാരമോടുമ്പോൾ തീർച്ചയായും നാം നിലകൊള്ളുന്നത് അതേ മർദ്ദരായിട്ടുള്ള പാവപ്പെട്ട ഫലസ്തീൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നതിൽ യാതൊരുവിധമായ തർക്കവുമില്ല. ആ ഫലസ്തീനിലെ നിരപരാധികളായ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ പാവപ്പെട്ട ഫലസ്തീനിലെ നിരപരാധികളായ മനുഷ്യ മക്കളെ ചുട്ടരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതേ വെള്ളമില്ലാതെ, ആഹാരമില്ലാതെ, മരുന്നില്ലാതെ നിരപരാധികളെ കൊന്നുതള്ളാനുള്ള ശ്രമം നടത്തുന്ന ഫാസിസ്റ്റ് ഭീകരന്മാർക്കെതിരെ ഓരോ മനുഷ്യന്മാരും മനുഷ്യത്വം അറിയിക്കാത്ത ഓരോ വ്യക്തിത്വങ്ങളും പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതേ സ്വന്തം പിറന്നു വീണ നാടിനു വേണ്ടി വിളഞ്ഞു വീഴുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് നിരപരാധികളായ മനുഷ്യ മക്കളെ കൂട്ടക്കുരുതി നടത്താൻ അമേരിക്കയുടെയും അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒത്താശയോടുകൂടിയുള്ള ശ്രമം നടത്തുമ്പോൾ തീർച്ചയായും അതിനെതിരെ പ്രതിഷേധിക്കേണ്ട ആളുകൾ ഇന്ന് അവർ ആഹ്ലാദ നൃത്തം ആറാടുമ്പോൾ കേരളത്തിന്റെ മണ്ണിൽ പോലും വർഗീയതയും വംശീയതയും, അതേ വർഗീയതയ്ക്ക് വേണ്ടിയും വംശീയതയ്ക്ക് വേണ്ടിയും അതിനുവേണ്ടി ഒത്താശ ചെയ്തുകൊണ്ട് വർഗീയമായി വംശീയമായി ജനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിൽ ആഹ്ലാദ ചിത്തരായി ആനന്ദ നൃത്തമാറാടുമ്പോൾ തീർച്ചയായും മനുഷ്യത്വത്തിന്റെ ഭാഗത്ത്, മാനുഷികമായ മൂല്യങ്ങളുടെ ഭാഗത്ത് നിലയുറപ്പിച്ചുകൊണ്ട് തീർച്ചയായും പാവപ്പെട്ട ഫലസ്തീനികൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി, അതെ അവരുടെ മനുഷ്യത്വത്തിന് വേണ്ടി, അവരുടെ മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഓരോരുത്തരും പ്രതിഷേധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതെന്റെ കുടുംബത്തിന്റെ പ്രതിഷേധമാണ്. അതെ, ഓരോ കുടുംബങ്ങളും, മനുഷ്യത്വം പരിധിക്കാത്ത ഓരോ കുടുംബങ്ങളും തീർച്ചയായും ഈ ഇസ്രായേലിന്റെ ക്രൂരമായിട്ടുള്ള കിരാത വാഴ്ചയ്ക്കെതിരെ പ്രതിഷേധിക്കേണ്ട സാഹചര്യത്തിൽ എത്തിപ്പെട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും നാളുകളിൽ യാതൊരുവിധമായ വിലയും ഉണ്ടാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതേ പിറന്നു വീണ നാട്ടിൽ അന്യരെ പോലെ കഴിയുന്ന പാവപ്പെട്ട ഫലസ്തീനിന്റെ മക്കളുണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ-നിസാഇ വൽ-വിൽദാൻ الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. മർദ്ദിക്കപ്പെടുന്ന, അടിച്ചോർത്തപ്പെടുന്ന, അധംസിതരായി അത് അരികുവൽക്കരിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല? പ്രതിഷേധിക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ-നിസാഇ വൽ-വിൽദാൻ. അതിൽ ആക്രമിക്കപ്പെടുന്ന കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, അങ്ങനെ എല്ലാ നിലയിലും അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തേ നിങ്ങൾ പോരാട്ടത്തിന്റെ പോർക്കളത്തിൽ ഇറങ്ങാത്തതെന്ന് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുമ്പോൾ ആ മർദ്ദിതരായ ആളുകളുടെ പ്രാർത്ഥനയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അല്ലദീന യഖൂലൂന റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖർയത്തി ളാലിമി അഹ്ലുഹാ. ഈ അധർമ്മകാരികളായ, അക്രമകാരികളായിട്ടുള്ള, അതേ അധർമ്മത്തിന്റെ വക്താക്കൾ അരങ്ങുവാഴുന്ന ഈ നാടിൽ നിന്ന് ഞങ്ങളെ ഈ ഒന്നുകിൽ മോചിപ്പിക്കണം പടച്ചവനെ.
വജഅൽ ലനാ മിൻ ലദുൻക വലിയ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു രക്ഷാധികാരിയെ തരണം പടച്ചവനെ. വജഅൽ ലനാ മിൻ ലദുൻക നസീറ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സഹായിയെ തരണമെന്ന് അപേക്ഷിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ പ്രതിഫലനം ഇന്നല്ലെങ്കിൽ നാളുകളിൽ തീർച്ചയായും ഈ ഭൂമി ലോകത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. ഖുദ്സ് എന്ന് പറയുന്ന വിശുദ്ധമായ മണ്ണ് മോചിപ്പിക്കപ്പെടാതെ തീർച്ചയായും ഈ ലോകത്തിന് അന്ത്യമുണ്ടാവുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഞങ്ങൾ പറയുന്നു, അന്തിമ വിജയം ഖുദ്സിനാണ്, പലസ്തീനിനാണ്, പാവങ്ങൾക്കാണ്, പാവപ്പെട്ടവർക്കാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിനാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ ഉണർത്തിക്കൊണ്ട് അതെ ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രതിഷേധവും പ്രതികരണവും അതിശക്തമായി രേഖപ്പെടുത്തിക്കൊണ്ട് അതെ പാവപ്പെട്ട പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി, നിറഞ്ഞു വീണ നാടിനു വേണ്ടി, നാടിന്റെ വിമോചനത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വരിക്കുന്ന പാവങ്ങളായ ഖുദ്സിലെ ജനങ്ങൾക്ക് വേണ്ടി, പലസ്തീനിന്റെ മക്കൾക്ക് വേണ്ടി ഐക്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ഐക്യവും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മനുഷ്യത്വം മരവിക്കാത്ത മനുഷ്യരുടെയും ഐക്യവും അവരുടേതായ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രതിഷേധം, ഈ പ്രതികരണം ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്.